ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും എന്നെ അറിയാവുന്നവരൊക്കെ ചോദിക്കുകയാണ്, എന്താ ചേച്ചി വീഡിയോസൊക്കെ ഇടാത്തത്? ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഭയങ്കര ഉപകാരമാണ്. ഈ പെസഹാപ്പം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഈസ്റ്ററിനൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ടും ചേച്ചിയുടെ വീഡിയോ മിസ് ചെയ്തെന്ന് ഓരോരുത്തരും കാണുമ്പോൾ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങിയാലോ എന്ന്. എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കിലോ പോത്തിറച്ചിയാണ് വാങ്ങിയിരിക്കുന്നത്. നല്ല ബീഫ് വാങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം അത്യാവശ്യം ചെറിയ പീസുകളായിട്ട് നോക്കി ഇതേപോലെ പീസുകളാക്കിയിട്ടിട്ട് നമുക്കതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഫസ്റ്റ് വിസിലിന് ശേഷം, അതായത് ഫുൾ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിലിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. കറക്റ്റായിട്ട് തന്നെ എനിക്ക് കുക്കായി കിട്ടുന്നുണ്ട്. നോക്കി ഈ ഒരു പാകത്തിന്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്താൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അലിഞ്ഞ് പോകും. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനാണ്. നോക്കി ഇതേപോലെ നീളത്തിൽ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ് ആണ് എടുക്കേണ്ടത്. അതാകുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയായിരിക്കും. പിന്നെ എടുക്കുന്നത് മുഴുവൻ ജീരകമില്ലേ, നമ്മളുടെ മുഴുവൻ ജീരകം ഒരു വലിയ ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി എടുക്കുന്നത് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ ആ ബീഫ് വേവിച്ച ആ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാവില്ല, ഒരു വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളവും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇത്തിരി കളർ കിട്ടാൻ വേണ്ടി ഒരല്പം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നോക്കി ഇതേപോലെ എടുക്കണം. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കശ്മീരി മുളക് പൊടി എടുത്താൽ മതിയാവും. അതാകുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. അതിനുശേഷം എന്താണ്, സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ല ചൂട് വെളിച്ചെണ്ണയിലിട്ടിട്ട് നമുക്ക് നല്ല ഡീപ്പായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നാടൻ ഭക്ഷണമൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല. സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചൈനീസ് ഡിഷിനൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഇതേപോലെയുള്ള നമ്മുടെ നാടൻ ഫുഡുകൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മുഴുവൻ പച്ചമുളക് ഉണ്ടാവില്ല, അത് നെടുകയൊന്ന് കീറിയിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ഫ്രൈ കാണാനും ഒരു ഭംഗിയായിരിക്കും. നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതിൽ കുറച്ച് സവാളയും അതുപോലെ ഇങ്ങനെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ടാകും. അത് നമുക്ക് നല്ലൊരു ഭംഗിയും അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചൂടോടുകൂടി നമുക്ക് കോരി മാറ്റാം. അതുപോലെ 2-3 പ്രാവശ്യമായിട്ടിട്ടിട്ട് ബാക്കിയുള്ള ബീഫും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി സൗണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും. എത്ര നേരം വേണമെങ്കിലും പിറ്റേ ദിവസം ആയാലും നല്ല ഫ്രൈ ആയിട്ട് ഇരുന്നോളും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് ഹാർഡൊന്നും ആയിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല BDF ആണ് ഇവിടെ തയ്യാറായി നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.